എങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ പേഴ്സണാലിറ്റി കാണിച്ച് അട്രാക്ട് ചെയ്യാം എന്നുള്ളത് ചോദിക്കുമ്പം എല്ലാവരും ആദ്യം പറയുന്നത് കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പേഴ്സണാലിറ്റി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു സംസാരം ഉണ്ടാവില്ല. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ടതെന്നുള്ളതും എങ്ങനെ പേഴ്സണാലിറ്റി കാണിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതെന്നുള്ളതും ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. എനിവേ, പേഴ്സണൽ അട്രാക്റ്റീവ്നെസ് ആ പേരിലുള്ളതുപോലെ തന്നെ ഒരു ആളിനോട് തോന്നുന്ന ആകർഷണം. എല്ലാവർക്കും അവരവരുടെ പേഴ്സണാലിറ്റി കാണിച്ച് ബാക്കിയുള്ളവരെ അട്രാക്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. എങ്ങനെ മറ്റുള്ളവരെ പേഴ്സണാലിറ്റി കൊണ്ട് അട്രാക്ട് ചെയ്യാനുള്ള 11 സീക്രട്ട് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇറ്റ്സ് മീ കിരൺ കുമാർ, വെൽക്കം ടു ദിസ് വീഡിയോ. ഈ ഭംഗി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അതായത് ഒരാൾക്ക് നല്ല ഭംഗി ഉണ്ടാവും, വേറൊരാൾക്ക് കുറച്ച് ഭംഗിയേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഭംഗി കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭംഗിക്കും പേഴ്സണൽ അട്രാക്റ്റീവ്നെസ്സും നല്ല വ്യത്യാസമുണ്ട്. ചെറിയൊരു ബന്ധം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു പയ്യനോ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതേസമയം നമ്മുടെ കൂടെയുള്ള ആൾക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാളെ പേഴ്സണലായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അയാളെ എല്ലാവരും പോയി അടുത്ത് സംസാരിക്കുക എല്ലാം ചെയ്യും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾ പേഴ്സണലി എല്ലാവരും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ പേഴ്സണൽ അട്രാക്ഷനാണ് നമ്മളിവിടെ മെയിൻലി നോക്കാൻ പോകുന്നത്. അത് മെയിൻലി 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചും രണ്ടാമത്തെ നോൺ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചും. ഇത് കേട്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ മുഖവും നമ്മുടെ ബോഡി ലാംഗ്വേജും കണ്ടിട്ടാണ്. അതൊരിക്കലും നമ്മുടെ ഗ്ലാമറിനെ ബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തല്ല. പക്ഷെ നമ്മൾ പ്ലസന്റ് ആയിട്ട് അവരുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്നു. ഇനി നോൺ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പെരുമാറുന്ന ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ആ അട്രാക്റ്റീവ്നെസ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് സ്മൈൽ, പുഞ്ചിരിക്കുക. നമ്മൾ ഒരാളെ നോക്കി സ്മൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ആളുടെ അട്രാക്ഷൻ നമ്മുടെ മേലെ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകാൻ നേരത്ത് നമ്മൾ പലവരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നമ്മൾ ഓർത്ത് വെച്ചിരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് തിരിച്ച് നോക്കിയും ചിരിക്കും. അയാൾ നമ്മൾ കുറച്ച് നേരമെങ്കിലും ഓർത്തു വയ്ക്കും. അയാൾ നമ്മളോട് സംസാരിക്കാൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. ഇതുകൊണ്ടാണ് ചിരിക്കണം എന്ന് പറഞ്ഞത്. അതേസമയം നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസാണ്. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ്സും പെയിനും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സും കുറവായിരിക്കും. അതും നമ്മുടെ പേഴ്സണൽ അട്രാക്റ്റീവ്നെസ്സിനെ ഭംഗി കൂട്ടും. ഇനി രണ്ടാമത്തത് ഗുഡ് സ്ലീപ്പ്, അതായത് നല്ല ഉറക്കം. ഇപ്പോൾ ഒരാൾ നല്ല വൃത്തിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ അയാളുടെ കണ്ണിന്റെ താഴെ ഡാർക്ക് സർക്കിൾ ഫോം ആവും. അത് കാണാൻ അത്ര ഭംഗിയല്ല. അതേസമയം നമുക്ക് ഒത്തിരി ക്ഷീണവും ഉണ്ടാവും. ഇതേ സമയം നല്ല വൃത്തിയായിട്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഉറങ്ങുക. ഇനി മൂന്നാമത്തത് സ്മെല്ലിംഗ് ഗുഡ്, അതായത് നല്ല വൃത്തിയായി കുളിച്ച് നല്ല വൃത്തിയായി പല്ലൊക്കെ തേച്ച് മെയിൻലി നല്ല വൃത്തിയായിട്ട് ഹൈജീൻ ആയിട്ട് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ മേലെ ഒരു ബാഡ് സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഒരു സ്മെല്ലും അടിക്കാത്ത കാരണം പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അതേസമയം നമ്മൾ നേരെ കുളിക്കാതെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു വൃത്തിയായിട്ട് സ്മെല്ല് അടിക്കാൻ നേരത്തെ നമ്മളോട് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതായത് നമ്മളിൽ നിന്ന് ഇച്ചിരി അകന്നു പോകണമെന്ന് തോന്നും. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു സ്പ്രേയും കൂടെ അടിക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു പ്ലസന്റ് ഫീലും കൂടെ വരും ആ സ്പ്രേയുടെ സ്മെല്ല് കാരണം. അത് നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ്നെസ് ആക്കും. സോ സ്പ്രേയും കൂടെ ഉപയോഗിക്കുക. ഇനി നാലാമത്തത് ഗ്രൂമിങ്, അതായത് നമ്മുടെ താടിയും നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചീകി വെക്കുന്നതിനെയാണ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അത് ഭയങ്കര പ്രൊഫഷണലിസം ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ അതേസമയം താടിയും മുടിയൊന്നും ചീവാതെ ഇരിക്കുവാണെങ്കിൽ നമ്മളെ കാണാൻ ഒരു അലസത ഫീലാണ് വരുന്നത്. അവർക്ക് തോന്നുന്നു നമ്മൾ വൃത്തിയായിട്ടൊന്നും കുളിച്ചിട്ടില്ല, ഒരു വൃത്തിയില്ലാത്ത ഒരാളായിട്ട് അവർക്ക് തോന്നും. പക്ഷെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കുളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന്. അടുത്തത് അഞ്ചാമത്തത് ബോഡി ലാംഗ്വേജ്. നമ്മൾ ഒരു സ്ഥലത്ത് എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ നടക്കണം, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചുരുക്കി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കണം. നമുക്ക് ഇച്ചിരി കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരം അത് ഭയങ്കരമായിട്ട് കാണിക്കും. നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും ആരെങ്കിലും പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ നേരത്ത് ഇച്ചിരി പേടിച്ച് വിറച്ചൊക്കെ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു പാവമായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ നമ്മൾ അയാളെ കാണുമ്പോൾ കളിയാക്കി കൊല്ലും. അതേസമയം ഒരു പ്രോജക്റ്റ് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുന്നത്, അത് നല്ല കോൺഫിഡൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മതിപ്പായിരിക്കും. ആ മതിപ്പ് എല്ലാവരും ഭയങ്കരമായിട്ട് ആകർഷിക്കും. അതുകൊണ്ട് ബോഡി ലാംഗ്വേജിന് വേണ്ടി ഇച്ചിരി കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. ഇച്ചിരി കോൺഫിഡൻസ് കുറവാണെങ്കിൽ പോലും നമ്മളത് പുറത്ത് കാണിക്കരുത്. അതായത് നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് നിന്നാൽ മതി. അപ്പൊ തന്നെ ഒരു കോൺഫിഡൻസ് ഇച്ചിരി വന്നോളൂ. അടുത്ത ആറാമത്തെ പോയിന്റ് സെൽഫ് കെയർ, അതായത് നമ്മൾ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറുള്ള ഡ്രസ്സുകൾ എടുക്കുക, നമ്മുടെ ഫേവറേറ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായത് കൊണ്ട് നമ്മൾ അത് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ പേഴ്സണാലിറ്റി അല്ല, അത് അയാളുടെ പേഴ്സണാലിറ്റിയാണ്. അത് നമ്മൾ ജസ്റ്റ് അവരെ കോപ്പി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പം ഇത് കാരണം ആ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം നമുക്ക് സെയിം വേവ് ലെങ്ത് ആണല്ലോ. പിന്നെ കുറെ കഴിയുമ്പം അവർ ചിന്തിക്കാൻ തുടങ്ങും, ഇവന് സ്വന്തമായിട്ടൊരു ഇഷ്ടങ്ങളൊന്നും ഇല്ല, എല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണല്ലോ ഇവൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ്
പറഞ്ഞ് നമ്മളെ മേലിൽ ഒരു പുച്ഛമായിരിക്കും തോന്നുന്നത്. നമ്മൾ നമ്മളെ തന്നെ അവരുടെ മുന്നിൽ കുറച്ച് കാണിക്കരുത്. ഒരു കോമഡിക്ക് വേണ്ടി സ്വന്തമായിട്ട് പൊട്ടനെ പോലെ ഒന്നും ആകരുത്. ഇതൊക്കെ നമ്മുടെ സെൽഫ് കെയറിനെയും പോവും, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും പോവും. സോ ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ആയിട്ടും ഒക്കെ നിൽക്കാൻ നോക്കുക. അടുത്തത് 7ാമത്തെ പോയിന്റ്, ഓൺ എ പെറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ജീവിനെ വളർത്തുക. അത് പട്ടിയോ പൂച്ചയോ മുയലോ ഒരു ചെടിയാണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇതൊക്കെ വളർത്തുമ്പോൾ നമ്മൾ അതിനോടൊപ്പം എൻഗേജ്ഡ് ആയിട്ട് നിൽക്കും. അപ്പം നമുക്ക് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. നമ്മുടെ ടൈം ഭയങ്കര ബിസി ആയിരിക്കും. ഇവരെ നോക്കുന്നതും ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് നിൽക്കും. ബിസി ആയിട്ടിരിക്കുന്നത് മാത്രമല്ല, നമുക്ക് പേഴ്സണലായിട്ട് ഭയങ്കര സന്തോഷവും തരും. അവരുടെ ഓരോ കാര്യങ്ങൾ കാണുന്നത്, അവരുടെ വളർച്ചകൾ കാണുമ്പോഴും ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നും. അതായത് ഉദാഹരണത്തിന് ഒരു ചെടിയൊക്കെ വളർത്തുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൂവൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം വരുമല്ലോ. നമ്മൾ വളർത്തിയെന്ന് പൂവും ഫ്രൂട്ട്സ് ഒക്കെ ആകുമ്പം അത് കഴിക്കുമ്പോൾ തന്നെ അതിനൊരു മധുരം കൂടുതലുള്ളത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് കാണുന്ന വേറൊരാൾക്ക് നമ്മളെപ്പറ്റി എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കെയറിങ് ഉള്ള ഒരാളാണ്. നമ്മൾ ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും ബാക്കിയുള്ള ജീവജാലങ്ങൾ മാത്രമല്ല എല്ലാവരെയും, മനുഷ്യരെയും എല്ലാവരെയും ഭയങ്കര കെയറിങ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകും എന്നുള്ളൊരു ഫീല്, അത് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീല് ഉണ്ടാവാൻ തുടങ്ങും. അതുമാത്രമല്ല, നമുക്ക് ലൈഫിൽ എന്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമെന്ന് തോന്നും. നമുക്ക് പൊതുവെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ മെച്യൂരിറ്റി ആയിട്ടും കരുതും. നമുക്ക് ഭയങ്കര പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളതും അവർക്ക് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് ഇന്ന് മുതൽ എന്തെങ്കിലും ഒന്നിനെ വളർത്താൻ തുടങ്ങുക. അടുത്തത് 8ാമത്തെ പോയിന്റ്, മേക്ക് ന്യൂ ഇൻട്രസ്റ്റ് ആൻഡ് ന്യൂ പാഷൻ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ ഇച്ചിരി ബിസി ആക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പുതിയ ഇൻട്രസ്റ്റുകളൊക്കെ കണ്ടുപിടിക്കുക, അതായത് പുതിയ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ഇങ്ങനെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് നമ്മുടെ അറിവുകളൊക്കെ ഷെയർ ചെയ്യാം. അതായത് അവർ പറയുന്നത് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരോട് സംസാരിക്കാനുള്ള ടോപ്പിക്സുകൾ കിട്ടും. അതൊക്കെ കേട്ട് നമുക്ക് പുതിയൊരു പാഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പുതിയ പാഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫോട്ടോഗ്രാഫി, നമുക്കിപ്പോൾ ജിമ്മ് നടത്തണമെന്നുണ്ടെങ്കിൽ ജിമ്മ് നടത്താം. ജിമ്മിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡി നമുക്ക് നല്ലോണം ഡെവലപ്പ് ചെയ്തെടുക്കാം. അതായത് അതും നമ്മുടെ സെൽഫ് കെയറിൽ വരുന്നതാണ്. നമ്മുടെ ബോഡിക്ക് നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എല്ലാം. സോ പുതിയ പാഷനും പുതിയ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് 9th വൺ, കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. മിക്കവരും പറയും നമ്മളൊരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേര് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനിൽ ഒരാൾ നന്നായിട്ട് സംസാരിക്കുകയും ഒരാൾ കുറച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് സംസാരിക്കുന്ന ആൾ ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ളത്, കൂടുതൽ സംസാരിക്കുന്ന ആൾ പേഴ്സണാലിറ്റി കുറഞ്ഞ ഒരാളായിട്ടാണ് മാറുന്നത്. എൻ്റെ ഒരു ഇതിൽ എല്ലാവരും നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാം? 50% കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യണം. അതായത് ഒരാൾ എത്രത്തോളം നമ്മളോട് സംസാരിക്കുന്നു അത്രത്തോളം നമ്മളും സംസാരിക്കുക. അപ്പോഴാണ് ഒരു കോൺവെർസേഷൻ നല്ല എൻഗേജിങ് ആയിട്ടിരിക്കുന്നത്. അതായത് അയാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അയാൾ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ടും ചെയ്യണം. നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അയാളും അത് കേൾക്കാൻ നിൽക്കണം. അപ്പോഴാണ് മ്യൂച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ പേഴ്സണാലിറ്റി കാണിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ മാത്രം കുറച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന് മറ്റേ സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് ബോറടിക്കും. അയാൾ നമ്മളോട് സംസാരിക്കുന്നത് നിർത്തിയിട്ട് വേറെ പണി നോക്കിക്കൊണ്ട് പോകും. എന്നിട്ട് അയാൾ വിചാരിക്കുകയും ചെയ്യും ഇവൻ ഭയങ്കര ജാടയാണ്, ഇവൻ നമ്മളോടൊന്നും സംസാരിക്കത്തില്ല എന്ന്. അതുകൊണ്ട് 50-50 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്തത് 10th പോയിന്റ്, മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കാതെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ചുറ്റും കാണുന്നവർക്കും നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ റിലേഷൻഷിപ്പിനെ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക. നമ്മൾ എല്ലാവരോടും കൈൻഡ് ആയിട്ട് സംസാരിക്കുക, നല്ല റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും. അടുത്ത ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ട്രാവൽ. നമ്മളൊരു വണ്ടി എടുത്ത് ദൂരെ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുക. അത് ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ല നമ്മൾ ഒറ്റയ്ക്കോ എങ്ങനെയെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുക, പുതിയ പുതിയ കൾച്ചറിനെ പഠിക്കുക, പുതിയ പുതിയ ഫുഡുകൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു ഇത്താവട്ടത്ത് മാത്രം നിൽക്കാതെ നമ്മൾ നമ്മുടെ ലോകം മൊത്തം മനസ്സിലാക്കാൻ നോക്കണം. ഈ പറഞ്ഞ 11 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവരെയും അട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായവും ഇതുപോലെ ഞാൻ എന്തെങ്കിലും പേഴ്സണാലിറ്റി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് എന്താണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ ഉറപ്പായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.